തലശ്ശേരി അതിരൂപതയുടെ യുവജന പ്രസ്ഥാനത്തിന് ആവേശകരമായ നേതൃത്വം നൽകിക്കൊണ്ട് നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജെൽസച്ചനാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത്. അച്ഛ, ഒത്തിരി സ്നേഹത്തോടെ ഗുഡ്നസ് ടി വിക്ക് വേണ്ടി അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കാണുവാൻ സാധിച്ചു, ഇവിടെ ഇങ്ങനെ പതാകകളും എല്ലാം വളരെ കൊടിതോരണങ്ങളൊക്കെ കെട്ടി വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. കുട്ടികളൊക്കെ ആവേശത്തോടെ, യുവജനങ്ങൾ ആവേശത്തോടെ നിൽക്കുന്നതൊക്കെ കണ്ടു. എന്താണ് അച്ഛാ ഇവിടെ നടക്കുന്ന ഈ പരിപാടി? ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? KCYM തലശ്ശേരി അതിരൂപതയുടെ യുവജന ദിനമായി നമ്മൾ ഇന്നത്തെ ദിവസം ആചരിക്കുകയാണ്. ഗലീലിയാട് തെരുവോരങ്ങളിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച ആ നസ്രായൻ്റെ സ്നേഹം അനുഭവിക്കുക, സൗഹൃദം സ്വന്തമാക്കുക എന്നതാണ് ഈ ഒരു ഈ ദിനത്തിൻ്റെ ആപ്തവാക്യമായി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേര് തന്നെ നസ്രാണി യുവജന സംഗമം എന്നാണ്. നസ്രാണി ക്രൈസ്തവരായ യുവജനങ്ങൾ നസ്രായനോടൊത്ത് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. റാലി ആരംഭിക്കും, യുവജന റാലി. പതാകകൾ കയ്യിലേന്തിയും വർണ്ണ ബലൂണുകൾ കയ്യിൽ സൂക്ഷിച്ചും മെഗാ നസ്രാണി സംഘം എന്നുള്ള ബാൻഡ് കയ്യിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇതിൽ യുവജനങ്ങൾ പങ്കെടുക്കുന്നത്. ഇതിനുശേഷം നമ്മൾ നേരെ പൊതുസമ്മേളനത്തിനുള്ള സെൻറ്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് എത്തും. അവിടെ വെച്ച് അഭിമന്യ മാർ ജോസഫ് പാമ്പളാനി പിതാവാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാന സന്ദേശം നൽകുന്നത്. നമ്മുടെ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി ആദരണീയനായ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് ഈ യുവജനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇരിക്കൂറിൻ്റെ MLA ബഹുമാനപ്പെട്ട സജി ജോസഫ് സാറ്, അതുപോലെ പാസ്റ്റൽ കോർഡിനേറ്ററും ഗ്ലോബൽ ഡയറക്ടറുമായ ഫാദർ ഫിലിപ്പ് കവിയിൽ, അതുപോലെ KCMൻ്റെ രൂപതാ പ്രസിഡൻറ്റ് അഖിൽ ചാലിൽ പുത്തമ്പരയിൽ തുടങ്ങിയവരാണ് മുഖ്യ പ്രഭാഷകരായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വിവിധ മേഖലകളിൽ അവാർഡുകൾ നേടിയവരെ ഇന്നത്തെ ദിവസം ആദരിക്കും, അവർക്ക് അവാർഡുകൾ വിതരണം ചെയ്യും. യുവജനങ്ങൾ കലാപരിപാടികളും മെഗാ ഫ്യൂഷൻ നൈറ്റ്, അങ്ങനെ വിശാലവും വ്യത്യസ്തവുമായ വളരെ വർണ്ണശബളമായ ഒരു യുവജനദിനാഘോഷമാണ് ചെമ്പേരിയുടെ മണ്ണിൽ തലശ്ശേരി അതിരൂപത ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നിയത് ഈ നസ്രാണി യുവജന സംഗമം, ആ പേര് വളരെ ഹൃദ്യമായിരിക്കുന്നു. ആ നസ്രായനോട് ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ അച്ഛാ എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നാളത്തെ നമ്മുടെ വാഗ്ദാനം യഥാർത്ഥത്തിൽ യൂത്താണ്. ആ യൂത്തിനെ അച്ഛൻ വളരെ ധീരതയോടെ നയിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായിട്ടെന്ന് ആഗ്രഹിക്കുന്നു. അച്ഛൻ അതോടൊപ്പം തന്നെ യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അച്ഛന് ഏറ്റവും സന്തോഷകരമായി തോന്നുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഞങ്ങൾക്കൊന്ന് പങ്കുവയ്ക്കാമോ? യൂത്തിനിടവിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പങ്കെടുക്കുകയായിരുന്നു. എപ്പോഴെല്ലാം യൂത്ത് ഒരുമിച്ച് ചേരുന്നോ ആ സമയമാണ് എൻ്റെ സന്തോഷം നിറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മൾ ക്യാമ്പുകൾ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവജന ദിനം സംബന്ധിച്ചുള്ള കൺവെൻഷനുകൾ നടക്കുമ്പോൾ. മറ്റൊന്നുമല്ല, നസ്രായന് വേണ്ടി സമയം ചെലവഴിക്കാൻ യുവജനങ്ങൾ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങളുടെയും അതുപോലെ സോഷ്യൽ മീഡിയയുടെയൊക്കെ വളരെ സ്വാധീനം ഇന്നത്തെ യുവജനങ്ങളുണ്ട് നമുക്കറിയാം. എന്നാൽ നസ്രായന് വേണ്ടി അല്പസമയം ചെലവഴിക്കാനും സന്തോഷിക്കാനും നമ്മുടെ യുവജനങ്ങൾ ഇന്നും തയ്യാറാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇത് പറയാനും. താങ്ക് യു അച്ഛാ, ഒത്തിരി സ്നേഹത്തോട് ഓർക്കുകയാണ്. അപ്പോൾ നസ്രായനോട് ചേർന്ന് ആ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് അച്ഛനോട് ചേർന്ന് ഇവിടുത്തെ KCYMന് സാധിക്കട്ടെ. ഇത് മറ്റുള്ളവർക്കും ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. യുവജനങ്ങളുടെ ഇടയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങൾ, എന്താണ് നിങ്ങളുടെ വലിയ ആഘോഷമൊക്കെ? എന്താണ് പരിപാടി? KCYM SMYM തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പേരി ചെമ്പന്തൊട്ടി പൈസഗിരി ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ യുവജന സംഗമം നടക്കുകയാണ്. ഇവിടെ അതിൻ്റെ നമ്മളിവിടുന്ന് റാലിയായിട്ട് പോയി സെൻറ്റ് തോമസ് സ്കൂളിലെത്തി. അവിടുന്ന് ദിവികാരനെ പ്രദക്ഷിണത്തോടെ അവസാനിച്ച് DJ-ലാണ് അവസാനിക്കുന്നത്. ഇതിന്റെ പേരെന്താണെന്ന് പറഞ്ഞത്? നസ്രാണി. എന്താണ് ഈ നസ്രാണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നസ്രായനായ യേശുവിന്റെ പാതയിലാണല്ലോ. ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നസ്രാണി എന്ന് തന്നെ ഇതിന്റെ പേരിട്ടിരിക്കുന്നത്. കൊള്ളാം. നിങ്ങളുടെ ശാഖയിൽ എല്ലാവരും വന്നിട്ടുണ്ടോ? എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ 3 ഫൊറോനകളാണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഒന്ന് ചെമ്പന്തൊട്ടി, പൈസഗിരി, ചെമ്പേരി 3 ഫൊറോനകളാണ്. കൂടാതെ തലശ്ശേരി അതിരൂപതയിലെ ബാക്കി 19 ഫൊറോനകളിൽ നിന്ന് യുവജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹായുവജന സംഗമമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ തലശ്ശേരി അതിരൂപതയിൽ KCYM എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം അഖിലെന്ന് പറയുന്ന ശക്തമായ ആ യുവാവിൻ്റെ കരങ്ങളിലാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ വ്യത്യസ്തമായ രീതികളിലൂടെയാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്.
നമുക്ക് അഖിലിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഇവിടെ പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ശ്രമിക്കാം. അഖിൽ ഒത്തിരി സ്നേഹത്തോടെ ഗുഡ്നസ് ടിവിക്ക് വേണ്ടി അഖിലിനെ സ്വാഗതം ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾ ഒന്ന് ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ പേര് അഖിൽ. ഞാൻ നെല്ലിക്കാമ്പി ഇടവകമാണ്. KCYM തലശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനാണ്. ഇന്ന് ഇവിടെ നസ്രാണി യുവജന സംഗമം എന്ന പേരിലാണ് ചെമ്പേരിയുടെ മണ്ണിൽ നിന്നും ഇന്ന് ഒരു റാലിയായി ആരംഭിച്ച് സെൻറ്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു യുവജന സംഗമം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് നിങ്ങളെല്ലാവരും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നതിൻ്റെ കാരണം? ഈ ഒരു ആവേശം ഇങ്ങനെ കാണുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയാമോ? നമ്മൾ യുവജനങ്ങളുടെ ഒരു ആഘോഷമാണ്. എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ നടത്താറുള്ള ഒരു പരിപാടിയാണ്. കഴിഞ്ഞ കൊല്ലം ചെറുപുഴയിലായിരുന്നു. ഈ വർഷം മലയോരത്തിൻ്റെ ഹൃദയഭാഗമായ ചെമ്പേരിയിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നസ്രാണിക്കൂട്ടം എന്നൊരു പരിപാടി. കാരണം നമ്മുടെ ഈ തലശ്ശേരി അതിരൂപതയിലെ എല്ലാ യുവജനങ്ങളെയും ഒന്നിച്ചു കൂട്ടി കർത്താവിൻ്റെ തണലിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക പരിപാടിയാണ്. നമുക്ക് കാണാം, ഇവിടെ ചുറ്റോട് നോക്കിയാൽ കാണാം, എല്ലാ ഇടവകളിൽ നിന്നും ധാരാളമായ യുവജനങ്ങൾ ഈ ചെമ്പേരിയുടെ ഹൃദയഭാഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും തികച്ചും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ്. കാരണം നമ്മൾ എല്ലാ വർഷവും വളരെ ഭംഗിയായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് മന്ത്രിമാരും നമ്മുടെ പിതാക്കന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടി വൻ വിജയകരമാക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് ഞങ്ങളുള്ളത്. അതിനുവേണ്ടി തന്നെ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ വാളിപ്ലാക്കച്ചന്, അതുപോലെ തന്നെ ഇടവകയിലെ എല്ലാ വൈദികർ, സിസ്റ്റേഴ്സ്, യുവജനങ്ങൾ, ബാക്കി എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു കരുത്തും പ്രചോദനവും ഒക്കെയാണ്. ഇനിയും ഈ പരിപാടിയൊക്കെ മുമ്പോട്ട് വിജയകരമായി പോകാൻ നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കളും മറ്റ് ചാനലുകാരും ഒക്കെ വന്ന് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളൊക്കെ ഓർക്കുന്നു. ഈ പരിപാടി വൻ വിജയകരമാക്കി തീർക്കുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒക്കെയാണ് ഇവിടെ തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ KCYM വലിയ യുവജന പ്രസ്ഥാനം നടക്കുകയാണല്ലോ. അപ്പോൾ യുവജനങ്ങളും വിശ്വാസവും തമ്മിലുള്ള അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് ഒന്ന് പറയാം. നസ്രാണി മഹായുവജന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, സഭയുടെ പ്രതീക്ഷയാണ് യുവജനങ്ങൾ. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസത്തിന് നേരെയുള്ള വെല്ലുവിളികളാണ്. ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ, വിശ്വാസത്തിൻ്റെതായ ജീവിത രീതികളെ തള്ളിക്കളയുന്ന ആളുകൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാൻ ഈ സമൂഹത്തിൽ യേശുവിലുള്ള വിശ്വാസത്തിലാൽ പ്രേരിതരായി സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഇന്ന് നമ്മുടെ യുവത മുന്നോട്ട് വരുന്നു എന്നത് വളരെ പ്രതീക്ഷാവഹമാണ്. പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയിൽ മിഷൻ ലീഗിലൂടെ വളർന്നു വന്ന് KCYM-ലൂടെ പ്രവർത്തിച്ച് AKCC-യിലൂടെ ശക്തി പ്രാപിച്ച് സമുദായത്തോടും സഭയോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന യുവജനത ഈ സമുദായത്തിന്, ഈ സമൂഹത്തിന് വലിയ പ്രതീക്ഷ പകരുന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഈശോയുടെ മൂല്യങ്ങൾ ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങുന്നത് എന്നത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. സത്യം, നീതി, സമാധാനം, സന്തോഷം, സാഹോദര്യം, മാനവികത, ദൈവികത, ഈ പുണ്യങ്ങളിൽ അടിസ്ഥിതപ്പെടുത്തിയ ഒരു ക്രൈസ്തവ യുവജനതയാണ് നമ്മൾ കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നത്. ഇത് ഈ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടുവാൻ, ഈ സമൂഹത്തിൽ നന്മ വളർത്തുവാൻ, അതിനൊക്കെ ഈ യുവജനങ്ങളുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, ഗുഡ്നസ് TV ഇന്ന് എത്തി നിൽക്കുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ്. തലശ്ശേരി അതിരൂപതയുടെ KCYM എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അഭിമന്യ പിതാവിനാൽ നിയമിതനായിരിക്കുന്ന ഫാദർ അഖിൽ മുക്കുഴിയച്ചനാണ് നമ്മളോട് ചേരുന്നത്. അച്ഛ, ഗുഡ്നസ് TVയിലേക്ക് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിതാവിനാൽ നിയുക്തനായി യുവജന പ്രസ്ഥാനത്തിൻ്റെ ആ നേതൃത്വം അച്ഛൻ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. അച്ഛൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അച്ഛൻ ഈ യുവജന പ്രസ്ഥാനത്തെ സഭയോടും ഈശോയോടും ചേർത്ത് നടത്തുന്നതിന് വേണ്ടി, അതാണല്ലോ യുവജന ശുശ്രൂഷയുടെ കാതൽ, അതിനുവേണ്ടി അച്ഛൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അച്ഛന് അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഗുഡ്നസ് TVയുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? ഗുഡ്നസ് TVയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹാശംസകൾ. ഒത്തിരി സന്തോഷമുണ്ട്. തലശ്ശേരി അതിരൂപതയുടെ യുവജന ശുശ്രൂഷയുടെ ഭാഗമാകാൻ ദൈവം നൽകുന്ന ഈ അവസരത്തിന് നന്ദി പറയുന്നു. യുവാക്കളോടൊപ്പം യാത്ര ചെയ്യുക, അവരോടൊപ്പം
ഒരു അനുയാത്രയ്ക്ക് തയ്യാറെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. യുവജന ശുശ്രൂഷകൾ എങ്ങും വെല്ലുവിളി ഉണർത്തുന്ന ഈ കാലഘട്ടത്തിൽ തലശ്ശേരിയിലെ യുവജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കൂടെ നിൽക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന, സമുദായത്തെ സ്നേഹിക്കുന്ന, സഭാധികാരികളെ അനുസരിക്കുന്ന നല്ല ചൈതന്യമുള്ള ഒരു നേതൃത്വ നിര, ഒപ്പം സഭയ്ക്ക് വേണ്ടി തങ്ങളുടെ സമയവും ആരോഗ്യവും സമ്പത്തും എല്ലാം വ്യയം ചെയ്യുന്ന നല്ല യുവജന സുഹൃത്തുക്കൾ. തീർച്ചയായും തലശ്ശേരി അതിരൂപതയുടെ സമ്പത്താണ്, തലശ്ശേരി അതിരൂപതയുടെ ഇന്നാണ് ഈ യുവത്വമെന്ന്, ഈ യുവജന പ്രസ്ഥാനമെന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ രൂപതയെ നയിക്കാൻ അഭിവന്ദ്യ പിതാവ്, യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള, യുവജനങ്ങളെ സ്നേഹിക്കുന്ന അഭിവന്ദ്യ പാമ്പളാനി പിതാവുണ്ട്. നല്ല ഒരു നേതൃനിര ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി സുന്ദരമായ പ്രതീക്ഷകളോടെ ഈ യുവജനങ്ങളെ അനുയാത്ര ചെയ്യാൻ, ഈശോയിലേക്ക് അടുപ്പിക്കാൻ, ഈശോയുടെ സ്നേഹം അവരിൽ നിന്ന് വായിച്ചെടുക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ ആ വാക്കുകൾ തന്നെ ആ യുവത്വത്തിൻ്റെ ഒരു തുടിപ്പ് ഞങ്ങൾ വായിച്ചെടുക്കുകയാണ്. അച്ഛനിപ്പോൾ സൂചിപ്പിച്ചുവല്ലോ, യുവജനങ്ങളോട് കൂടി അനുയാത്ര ചെയ്യുവാൻ. ഞാൻ ആ പദം പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അതാണ് ഇന്ന് യുവജനങ്ങളെ നേടുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ വഴിയെന്ന് മനസ്സിലാക്കുന്നു. അച്ഛൻ ആ വഴി തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ യുവജന ശുശ്രൂഷയിൽ പ്രതിസന്ധികൾ എന്തൊക്കെയായിരിക്കും? അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചോദ്യത്തെ മാനിക്കുന്നു. ഞാൻ പ്രതിസന്ധികളെ കാണുക എന്നുള്ളതല്ല എൻ്റെ താല്പര്യം. യുവജനങ്ങളുടെ സാധ്യതകളെ മനസ്സിലാക്കുക, സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. കാരണം നമ്മുടെ ചുറ്റുപാടുകളിലും വെല്ലുവിളികൾ ഏറെയുണ്ട്. പക്ഷേ നമ്മൾ ആ വെല്ലുവിളികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ യുവജനങ്ങൾ ആ വെല്ലുവിളികളെ ഫോക്കസ് ചെയ്യും, നന്മയെ ഫോക്കസ് ചെയ്യുകയും അവരുടെ സാധ്യതകളെ വളർത്തുകയും സമുദായത്തിനും ഈ സംഘടനയ്ക്കും ഉപകരിക്കത്തക്ക രീതിയിൽ സഭയ്ക്ക് വേണ്ടിയുള്ള നല്ല പോരാളികളായി, നല്ല പടയാളികളായി, ഈശോയുടെ നല്ല യുവത്വമായി ഇവരെ രൂപപ്പെടുത്തുവാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് കൈവന്നിരിക്കുന്ന ഉത്തരവാദിത്വമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും പ്രിയ പ്രേക്ഷകരെ, അച്ഛനിപ്പോൾ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരമാണെന്ന് വിചാരിക്കുകയാണ്. ചോദ്യം ചോദിച്ചത് പ്രതിസന്ധികളെക്കുറിച്ചാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞ മറുപടി പ്രതിസന്ധികൾക്കപ്പുറം സാധ്യതകൾ കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന. തീർച്ചയായിട്ടും അച്ഛാ, ഇന്ന് ഏറ്റവും അത്യാവശ്യം, ഇന്ന് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യവും അതുതന്നെയാണ്. സാധ്യതകൾ കണ്ടെത്തുക. പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നാൽ പ്രതിസന്ധി മാറുന്നില്ല. പക്ഷേ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി അച്ഛന് ഈ ഒരു ചിന്ത തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾ കൂടുതൽ ശോഭിക്കട്ടെ. ഈ തലശ്ശേരി അതിരൂപതയ്ക്ക് ഈ KCYM യുവജന ശുശ്രൂഷയിൽ അച്ഛനൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും അനുഗ്രഹം സ്വീകരിച്ച് അത് യുവജനങ്ങളിലൂടെ അവർക്കും അവരുടെ കുടുംബത്തിനും ദേശത്തിനും സഭയ്ക്കും അനുഗ്രഹമായി തീരുവാൻ അച്ഛൻ്റെ ശുശ്രൂഷ കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയും എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. അച്ഛ ഒത്തിരി നന്ദി. ഗുഡ്നസ് TVക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസനോടൊപ്പം ബേബി, കണ്ണൂർ.